അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള അഖ്ലാഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അഖ്ലാഖ് 1. യോജിച്ചവ ചേർക്കാം. സൽക്കർമ്മം ചെയ്യുക, അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്, മായ്ച്ചു കളയും, അള്ളാഹുവിനെ തഖ്വ ചെയ്യുക, ബിഹുൽക്കിൻ ഹസനിൻ. 1. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഡാഷ് ഖാബ മൻ ദസ്സാഹ. 2. ഖാലിഖിൻ നാസ ഡാഷ്. ഉത്തരം ഖാലിഖിൻ നാസ ബിഹുൽക്കിൻ ഹസനിൻ. 3. നീ എവിടെയാണെങ്കിലും ഡാഷ്. ഉത്തരം അള്ളാഹുവിനെ തഖ്വ ചെയ്യുക. 4. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ ഡാഷ്. ഉടനെ സൽക്കർമ്മം ചെയ്യുക. 5. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ ഡാഷ്. ഉത്തരം മായ്ച്ചു കളയും. 6. മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. 2 രണ്ടെണ്ണം വീതം എഴുതാം. 1. മനസ്സിൻ്റെ രോഗങ്ങൾ. 1. അത്യാഗ്രഹം, ദുശ്ചിന്ത. 2. കൽബിൻ്റെ രോഗങ്ങളുടെ മരുന്ന്. ഉത്തരം നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക. 3. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്കുകൾ പറയുക. 3. ഉത്തരം എഴുതാം. 1. നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയായിരിക്കണം? ഉത്തരം നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം. 2. ഇഖ്ലാസ് എന്നാൽ എന്ത്? അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 3. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഉത്തരം ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. 4. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണത്. ഏത്? ഉത്തരം അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം സൽസ്വഭാവം. 4. പൂർത്തിയാക്കാം. 1. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഡാഷ്. ഉത്തരം അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. 2. അൻത ഉബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഡാഷ്. ഉത്തരം ഫഇന്നഹു യറാക. 3. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു, അറിയുക അതാണ് ഡാഷ്. ഉത്തരം കൽബ്. 4. വമാ ഉമിറു ഇല്ല ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹു ഡാഷ് ലഹുദ്ദീൻ. 5. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് ഡാഷ്. ഉത്തരം എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പൂരിപ്പിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഡാഷ് ആംഗ്യം ഡാഷ് ഇങ്ങനെ ഡാഷ് ആവർത്തിക്കുകയുണ്ടായി. ഉത്തരം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചിട്ടു പറഞ്ഞു, അത്തഖ്വ ഹാഹുന. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി. 6. ക്രമത്തിലാക്കാം. 1. വാക്കുകളും പ്രേരകമാകുന്ന സൽസ്വഭാവം എന്ന് പറയുന്നത് പ്രശംസനീയമായ മാനസികാവസ്ഥക്കാണ്, പ്രവർത്തികൾക്കും. ഇത് ക്രമത്തിലാക്കി എഴുതാനാണ്. ഉത്തരം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രേരകമായ മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.